കോഴിയിറച്ചി വില കുതിച്ചുയരുന്നു. കടുത്ത വേനൽച്ചൂടിൽ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തൊടുങ്ങുന്നത് വിപണിയിൽ ചിക്കൻ്റെ ലഭ്യതക്കുറവിനും വിലക്കയറ്റത്തിനും കാരണമാവുകയാണ്. ചിക്കൻ വില 186 രൂപയാണ്. മെയ് അവസാനത്തോടെ വില ഇനിയും ഉയരുമെന്നാണ് കോഴി കർഷകരുടെയും കച്ചവടക്കാരുടെയും വിലയിരുത്തൽ. വേനൽച്ചൂടിൽ 33 ഡിഗ്രി ചൂടിലധികം അതിജീവിക്കാൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പ്രയാസമാണ്. ഇത്തവണത്തെ വേനൽച്ചൂടിനെ അതിജീവിക്കാൻ വീഴ്ചയെടുത്തിൽ 30% വരെ കുഞ്ഞുങ്ങൾക്കുമായില്ലെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷം കോഴിവില നല്ലൊരു വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. എൻ്റെ സൈഡ് എന്താണെന്ന് വെച്ചാൽ കനത്ത ചൂട് മൂലം വളരെയധികം കോഴിക്കുഞ്ഞുങ്ങൾ ഫാമുകളിൽ ചത്തുപോവുകയും മുട്ട വിരിയാതെ വരികയും അങ്ങനെ ആ ഷോർട്ടേജ് കാരണമാണ് ഇപ്പോൾ ഫാമുകളിൽ കോഴി കുറവാണ്. ഏതാണ്ട് 25 ലക്ഷം ടണ്ണോളം കോഴി വേണ്ട സാഹചര്യത്തിൽ അതിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. കോഴിയില്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കോഴികളെ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇതോടെ കർഷകർ ഫാമുകളിലേക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ മടിച്ചു. 65 രൂപ വരെ വിലയുണ്ടായിരുന്ന കോഴിക്കുഞ്ഞിന് ഇപ്പോൾ 20 രൂപ താഴ്ത്തിയിട്ടും എടുക്കാനാണില്ല. ഫാമിലേക്ക് കുഞ്ഞുങ്ങളുടെ വരവ് കുറഞ്ഞതോടെ വിപണിയിൽ വളർച്ചയെത്തിയ കോഴികൾക്ക് ക്ഷാമമായി. ഇതാണ് ചിക്കൻ വില ഉയരാൻ കാരണമായതായി വ്യാപാരികൾ പറയുന്നത്. ഫാമിൽ എത്തുന്ന കോഴിക്കുഞ്ഞുങ്ങൾ 35 ദിവസം വളർത്തിയാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത്. 1 കിലോ കോഴിയിറച്ചി ഉൽപ്പാദിപ്പിക്കാൻ ചുരുങ്ങിയത് 95 രൂപയെങ്കിലും കർഷകർക്ക് കോഴിത്തീറ്റയ്ക്കായി ചെലവഴിക്കേണ്ടി വരും. തൊഴിലാളികളുടെ സേവനവും മറ്റ് ചെലവുകളും ഇതിന് പുറമെയാണ്. പൂർണ്ണ വളർച്ചയെത്തിയ കോഴികൾ പോലും ചൂടിൽ ചത്തുവീടുന്ന കർഷകരുടെ നഷ്ടം വർദ്ധിപ്പിക്കുന്നു. പ്രതിദിനം 25 ലക്ഷം കിലോ ചിക്കനാണ് സംസ്ഥാനത്ത് വിറ്റഴിക്കുന്നത്. ഫാമുകളിൽ കോഴിക്കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞതോടെ ആവശ്യത്തിന് ചിക്കൻ നൽകാൻ കർഷകർക്കാവുന്നില്ല. ഒരു സമയം കുടുംബത്തിന് കുറഞ്ഞ ചെലവിൽ വാങ്ങാനായിരുന്ന ചിക്കൻ ഇപ്പോൾ ആലോചിച്ചേ വാങ്ങാനാവൂ എന്നാണ് പലരുടെയും പ്രതികരണം. ന്യൂസ് ബ്യൂറോ, പാലാ.